സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ കട്ടപ്പുറത്തേറിയ ബസ്സുകൾ വീണ്ടും റോഡിലിറക്കാൻ നീക്കവുമായി KSRTC. നിരത്തുകളിൽ നിന്ന് പിൻവലിച്ച ഭൂരിഭാഗം ബസ്സുകളും നാമമാത്രമായ അറ്റകുറ്റപ്പണികൾ മാത്രം ചെയ്ത് സർവീസ് നടത്താനാണ് ശ്രമം. KSRTCയുടെ പുതിയ നീക്കത്തിനെതിരെ ജീവനക്കാർക്കിടയിലും പ്രതിഷേധം ശക്തമാവുകയാണ്. UDF സർക്കാർ അധികാരത്തിലേറിയ ആദ്യ ദിനം തന്നെ KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് വകുപ്പിന്റെ പുതിയ നീക്കം. വിവിധ ജില്ലകളിലായി ഗാരേജുകളിൽ തള്ളിയ ബസ്സുകൾ ഇതിനായി പൊടിതട്ടിയെടുക്കാനാണ് ശ്രമം തുടങ്ങിയിരിക്കുന്നത്. റീജിയണൽ ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് കട്ടപ്പുറത്തേറിയ ബസ്സുകളുടെ കണക്കെടുപ്പുകൾ ഇതിനോടൊപ്പം തുടങ്ങിക്കഴിഞ്ഞു. തെക്ക്, വടക്ക്, മധ്യ കേരളം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചാണ് റീജിയനുകളിൽ ബസ്സുകളുടെ കണക്കെടുപ്പ്. 450 മുകളിലാണ് അറ്റകുറ്റപ്പണികൾക്കായി ഗാരേജുകളിൽ കയറ്റിയ KSRTC ബസ്സുകളുടെ ഔദ്യോഗിക എണ്ണം. AC ബസ്സുകളെ അപേക്ഷിച്ച് ഹ്രസ്വ ദീർഘദൂര ബസ്സുകളാണ് ഇവയിൽ മുന്നിൽ. സ്പെയർ പാർട്സ് വൈകൽ മൂലം അറ്റകുറ്റപ്പണി നീണ്ടുപോയത് മുതൽ തുടങ്ങി ഇൻഷുറൻസ് കാലാവധി അവസാനിച്ച ബസ്സുകൾ വരെ ഈ ഗണത്തിലുണ്ട്. നിലവിൽ വാഹനങ്ങളുടെ ക്ഷമത പരിശോധിച്ച് മെയിൻ്റനൻസ് വർക്കുകൾ എന്തെല്ലാമാണെന്ന് ക്രമം തിരിച്ച് വിവരങ്ങൾ നൽകാൻ ഡിപ്പോകൾക്ക് KSRTC CMD നിർദ്ദേശവും കൈമാറിക്കഴിഞ്ഞു. 150-ലധികം വരുന്ന KSRTC ബസ്സുകൾ അടുത്തിടെ കാലാവധി പൂർത്തിയാക്കിയതോടെ നിരത്തുകളിൽ നിന്ന് പിൻവലിച്ചിരുന്നു. ഇവയെല്ലാം സൗജന്യ യാത്രാ പദ്ധതിയുടെ മറവിൽ നിരത്തിലിറക്കാൻ KSRTC നീക്കം നടത്തുന്നതായാണ് വിവരം. അതേസമയം സൗജന്യ യാത്രാ പദ്ധതിക്ക് സഞ്ചരിക്കാവുന്ന പരമാവധി ദൂരത്തിന് പരിധി നിശ്ചയിച്ചോ തിരഞ്ഞെടുക്കപ്പെടുന്ന ബസ്സുകളിലോ പദ്ധതി നടപ്പിലാക്കാനാണ് ആലോചന. ദൂരപരിധിയില്ലാതെ എല്ലാ ബസ്സുകളിലും യാത്ര അനുവദിച്ചാൽ KSRTC ഇല്ലാതായി പോകുമെന്ന ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അതേസമയം തമിഴ്നാട്, കർണാടക മോഡലിൽ KSRTCക്കും സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാക്കണമെന്ന് KSRTC അധികൃതർ സർക്കാരിനോട് ഉടൻ ആവശ്യപ്പെടും. കെ ബി ശ്യാമപ്രസാദ്, ജനം, തിരുവനന്തപുരം.